2023 റിലീസായ ബോഡീസ് എന്ന അടിപൊളി ടൈം ട്രാവൽ സീരീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് യൂസ് ചെയ്ത് എല്ലാ എപ്പിസോഡുകളും ഓർഡറിൽ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ 2023 നമ്മുടെ ഹസനും പോലീസ് ഓഫീസേഴ്സും യെല്ലോ ജാക്കറ്റ് ഇട്ട് ആ പയ്യനെ പിടിക്കാനായിട്ട് പോവാണ്. അവന്റെ പേര് ഏലിയാസ് മാനിക്സ്. 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ മാനിക്സ് ആണെങ്കിലും സയ്യദ് ആണെങ്കിലും രണ്ടുപേരും ആദ്യം ഒരു കെയർ ഹോമിലാണ് വളർന്നത്. ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് മാനിക്സിനെ ആൻഡ്രൂ എലൈൻ എന്ന ദമ്പതികൾ ദത്തെടുത്തു. എലൈൻ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഇപ്പൊ ഇവരെല്ലാം കൂടെ ആൻഡ്രൂവിന്റെയും എലൈന്റെയും വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് വീടിനകത്ത് കയറി വീട് മുഴുവൻ തെരഞ്ഞെങ്കിലും അവിടെ എങ്ങും മാനിക്സ് ഇല്ലായിരുന്നു. ആൻഡ്രൂവും എലൈനും വീട്ടിൽ തന്നെയുണ്ട്, മാനിക്സ് വീട്ടിലില്ല. ആൻഡ് മാനിക്സിന്റെ റൂം പരിശോധിച്ച് വന്നപ്പോൾ നമ്മുടെ ഹസന്റെയും ഹസന്റെ മകന്റെയും ഒക്കെ ഫോട്ടോ ഓൾറെഡി മാനിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ. അതായത് ഇന്നലെ വല്ല നമ്മുടെ മാനിക്സ് ഹസനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. കുറേ മുന്നേ തന്നെ മാനിക്സ് ഹസനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് മാനിക്സിന്റെ ഫോസ്റ്റർ പേരൻസിന് കാണിച്ചു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇവൻ എന്റെ ഫോട്ടോ എടുത്തത് നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിഞ്ഞൂടാ. മാനിക്സ് ഇവളെ ഫോളോ ചെയ്തെന്നും ഫോട്ടോ എടുത്തെന്നും ഒക്കെ ഇപ്പോഴാണ് അവരറിയുന്നത്. സയ്യിദിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അവനെ പറ്റി ചോദിച്ചപ്പോൾ അവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവനെ പറ്റിയുള്ള കാര്യങ്ങളും മാനിക്സിന്റെ പേരൻസിന് അറിഞ്ഞൂടാ, ഫോസ്റ്റർ പേരൻസിന് അറിഞ്ഞൂടാ. അവിടുന്ന് കിട്ടിയതാൽ 2053 ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മേപ്പിൾവുഡ് അവളുടെ വീട്ടിലെത്തി. ഇപ്പൊ നമ്മുടെ ലോകത്തുള്ള പൊളിറ്റിക്കൽ രീതി ഒന്നുമല്ല 2053 യുണൈറ്റഡ് ബ്രിട്ടൻ എന്ന പേരിൽ വലിയൊരു ഗവൺമെന്റ് ഒക്കെ ക്രിയേറ്റഡ് ആയി ഭയങ്കര വലിയ സെറ്റപ്പിലായി ലോകം മൊത്തം ഏതാണ്ട് ഒരു സിംഗിൾ പേഴ്സന്റെ കൺട്രോളിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, എന്നാൽ അത് സാധാരണക്കാരെ പോലും വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും. ഈ കാലഘട്ടത്തിൽ ജീവിച്ചു വരുന്ന ഇവർക്കതൊരു പ്രശ്നമായിരിക്കത്തില്ല. ഇവർ ആ കാലഘട്ടത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരല്ലേ. മനുഷ്യരോട് സംസാരിച്ചില്ലെങ്കിലും AI സംസാരിക്കും. എന്തിനും ഏതിനും AI ഉണ്ട് കൂടെ. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകമാണിത്. ഈ പുള്ളിക്കാരുടെ പേര് ലോർണ. മേപ്പിൾവുഡിന്റെ നെയ്ബറാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആള്. ലോർണയാണ് നമ്മുടെ മേപ്പിൾവുഡിന്റെ ഡ്രസ്സിലുള്ള ബ്ലഡ് ആദ്യം ശ്രദ്ധിക്കുന്നത്. ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. ലോങ് ഹാർവസ്റ്റ് ലൈനിൽ വീണ് കിടന്ന ആ വ്യക്തിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ പുള്ളിക്കാരൻ മൂവ് ചെയ്തു. അങ്ങനെ തെറിച്ച് വീണതാണ്. മേപ്പിൾവുഡ് ഡ്രസ്സ് ഊരി ആ ബ്ലഡ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ പുറത്ത് ഒരു സപ്പോർട്ട് ഡിവൈസ് ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇത് എന്തിനുള്ള ഡിവൈസാണ്, എന്നാത്തിനൂടെ വെച്ചേക്കുന്നു? ഒരുപക്ഷെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും ഇങ്ങനെയുള്ള ഡിവൈസ് ഘടിപ്പിക്കണമെന്ന് വല്ല നിയമമുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ രോഗങ്ങളോ വല്ലതും കാണാം. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ലോർണ മേപ്പിൾവുഡിന് കള്ളൊക്കെ ഒഴിച്ചു കൊടുത്ത് അല്ല ബ്ലഡ് ആരുടെയാ, അതെങ്ങനെ അവിടെ വന്നേ? സത്യം പറ, നീ വല്ല ക്രിമിനൽസിനെ പിടിക്കാൻ പോയോ? എന്നിട്ട് അവന്മാരെ അടിച്ചിട്ടോ? ഒന്ന് പറയടി, എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് കുത്തി ചോദിക്കുന്നുണ്ട്. ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസ് ആണ്, പറയാൻ പറ്റൂലെന്ന് പറഞ്ഞാലും അവൾ പിന്നെയും ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കുറെ സമയം പോയി. ഏതാണ്ട് രാത്രിയായി. 2023 ലോകത്തെന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അന്ന് ചെറിയ കുട്ടിയായിരുന്ന ഒരു പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. അതിന്റെ വീഡിയോ ഒക്കെ ഇവരിങ്ങനെ കാണുകയാണെ. 2023 വലിയൊരു സ്ഫോടനം ഉണ്ടായി, ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി. പിന്നെ മുഴുവൻ ഇരുട്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഇവിടെ വരെ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അന്ന് ആ സ്ഫോടനത്തിൽ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകം മുഴുവൻ വിറച്ചുപോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിപ്പോൾ ഏതാ സംഭവം എന്നുള്ള കാര്യം നമുക്ക് ഇനിയും ക്ലിയർ ആയിട്ടില്ല. എന്നാലും 2023 ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി എന്തോ വലിയ സംഭവം നടന്നിരിക്കുന്നു. എന്തായാലും ആ വലിയ സംഭവത്തിന് ശേഷമാണ് ലോകം ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. ഈ യുണൈറ്റഡ് ബ്രിട്ടൻ ഉണ്ടായതും മുഴുവൻ ലോകത്തിന്റെയും കൺട്രോൾ വളരെ കുറച്ച് ആളുകളുടെ കയ്യിലേക്ക് ഒതുങ്ങിയതും ഒക്കെ. നമ്മുടെ മേപ്പിൾവുഡിന്റെ അച്ഛനും അമ്മയും 2023 സ്ഫോടനത്തിലാണ് മരിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. അന്ന് സംഭവിച്ച പോലെ ഇനി ഒരിക്കലും റിപ്പീറ്റ് ആവാതിരിക്കാനായിട്ട് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു എക്സിക്യൂട്ടീവ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫൗണ്ടറാണ് ഇദ്ദേഹം. ഇവരുടെയൊക്കെ കഷ്ടപ്പാട് കാരണമാണ് ഇന്ന് കാണുന്ന പോലെ ഇത്ര സമൃദ്ധമായ ഒരു ലോകം കെട്ടിപ്പടുത്തത്. ഇദ്ദേഹം ഉൾപ്പെടുന്ന ഗവേണിംഗ് സിസ്റ്റത്തിലുള്ള ആളുകളാണ് ഇതിന്റെയൊക്കെ പുറകിൽ. അവരുടെ പ്രയത്നഫലമാണ് ഇന്നത്തെ ലോകം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങ് 1890 നമ്മുടെ ഇൻസ്പെക്ടർ ഹില്ലിംഗ് ഹെഡ് അദ്ദേഹത്തിന് കിട്ടിയ ആ ഫോട്ടോയെ പറ്റിയുള്ള കാര്യം അദ്ദേഹത്തിന്റെ സീനിയർ ഇന്ന് മറച്ചു വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ആ മീശക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരൻ ആ റൂമിലുണ്ടായിരുന്നേ. ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ പറ്റി കൂടുതൽ അന്വേഷണമൊന്നും വേണ്ടെന്നാണ് മീശക്കാരന്റെ പക്ഷം. അയാൾ എന്തോ വലിയ പുള്ളിയാണ്. അയാൾക്ക് പുറകെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഇവർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇരു ചെവി അറിയാതെ ഈ അന്വേഷണം ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഇങ്ങനൊരു ലീഡ് കിട്ടിയിട്ടില്ലെന്ന് പറയാനാണ് മീശക്കാരൻ പറഞ്ഞത്. ഇതെന്തോ വലിയ വള്ളിയാണെന്ന് വിചാരിച്ചിട്ടാവണം നമ്മുടെ ഹില്ലിംഗ് ഹെഡും ആ ഫോട്ടോയ്ക്ക് പുറകെ പോകുന്നില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് ഹില്ലിംഗ് ഹെഡ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ, കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ മകളുടെ പേര് പോളി. ഭാര്യയ്ക്കും മകൾക്കും മ്യൂസിക്കിൽ അത്യാവശ്യം നല്ല താല്പര്യമുണ്ട്. അടുത്ത് നടക്കാൻ പോകുന്ന ഏതോ ഫെസ്റ്റിവലിൽ മകൾക്ക് അവസരം കിട്ടിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. വീട്ടിൽ മെയിൻ ഹില്ലിംഗ് ഹെഡിന്റെ ഭാര്യയാണെന്ന് പറയേണ്ടി വരും. ഹില്ലിംഗ് ഹെഡും ചാടി കടിക്കുന്ന ടൈപ്പൊന്നുമല്ല. സന്തുഷ്ട കുടുംബം സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. നേരത്തെ കിട്ടിയ ഡെഡ് ബോഡിയും ആ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് ഏകദേശം ഇദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ ഇദ്ദേഹം കത്തിച്ച് കളയാൻ തുടങ്ങുന്നത് കാണിച്ച് അവിടെ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ 1941 കഥയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ്മാന്റെ കാലഘട്ടം. വൈറ്റ്മാൻ ഇവിടെ ഒരു ക്രിമിനലിനെ തേടി വന്നിരിക്കുകയാണ്. ഈ പുള്ളിക്കാരന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വൈറ്റ്മാൻ ഓടിച്ച ആ കാറിന്റെ ഗിയർ നോബ് ഈ ക്രിമിനലിന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ പുള്ളിക്കാരനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ഗിയർ നോബിൽ ക്രിമിനൽ പിടിച്ചത് കൊണ്ട് അവന്റെ ഫിംഗർ പ്രിന്റ് അതിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഈ ഗിയർ നോബ് എടുത്തുകൊണ്ട് പോയി വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് കേസ് ഇങ്ങനെയാണെന്ന് വഴിതിരിച്ച് വിട്ടാൽ പോരെ. അതായത് കഴിഞ്ഞ ദിവസം വൈറ്റ്മാൻ ഓടിച്ച ആ വണ്ടി ഓടിച്ചത് ഈ ക്രിമിനലാണെന്ന് വരുത്തി തീർക്കാനും പറ്റും. ഓഫീസർ ഫാരൽ എക്സ്പ്ലോഷനിലാണ് കൊല്ലപ്പെട്ടതെന്നും ഇവൻ ഓടിച്ച വണ്ടിയുടെ ഡിക്കിയിലുണ്ടായിരുന്ന ബോഡിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ആ ക്രിമിനലിന്റെ പേരിലുമാക്കി. പിന്നെ ഇവന്റെ മരണം ഒരു ആത്മഹത്യയായിട്ട് ഫ്രെയിം ചെയ്യാനും പറ്റും. വൈറ്റ്മാൻ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളെല്ലാം പുള്ളിക്കാരൻ നിസ്സാരമായിട്ട് ഇങ്ങനെ പരിഹരിച്ചു. ഇങ്ങനെ 2023 നമ്മുടെ ഹസൻ മാനിക്സിന്റെ
മാനിക്സിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു വാഹനത്തിന്റെ നമ്പർ കിട്ടി. നീ ഇപ്പോൾ ആ നമ്പർ ട്രാക്ക് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ലീഡ് കിട്ടുവാണെങ്കിൽ അങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് തീരുമാനം. മാനിക്സ് യൂസ് ചെയ്ത ഡിവൈസുകളിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്ത വീഡിയോസിൽ ഒന്നിൽ അവൻ്റെ ഒരു കൊച്ചു കുട്ടിയെ കൊന്നു കളയുന്നതായിട്ട് അവൻ പറയുന്നുണ്ട്. മാനിക്സിന് ആ കുട്ടിയെ കൊല്ലണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു, പക്ഷേ ആ കുട്ടിയെ കൊല്ലുകയല്ലാതെ അവന് വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെയാണ് അവൻ ആ വീഡിയോയിൽ പറയുന്നത്. അവൻ്റെ സ്വന്തം കൺട്രോളല്ല, മറ്റാരുടെയോ കൺട്രോളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെയുണ്ട്. അധികം വേഗം ഹസന് കിട്ടിയ വെഹിക്കിൾ നമ്പർ പോലീസ് ട്രാക്ക് ചെയ്തു. വാഹനത്തിന്റെ ഓണർ മാനിക്സിന്റെ വളർത്തച്ഛനാണ്. തുടർന്ന് മാനിക്സിന്റെ വളർത്തച്ഛനെയും വളർത്തമ്മയും വിളിച്ച് ചോദ്യം ചെയ്യുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇവർ രണ്ടാളും പലതും ഒളിപ്പിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങ് ഫ്യൂച്ചറിൽ 2053 നമ്മുടെ മേപ്പിൾ വുഡ് കഴിഞ്ഞ ദിവസം അവൾ കണ്ടെത്തിയ ആ വ്യക്തിയെ പറ്റിയുള്ള കാര്യങ്ങൾ അവളുടെ സീനിയറിനോട് ചോദിക്കുകയാണ്. എന്നാൽ ഇവളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല. ആ വ്യക്തി ജീവനോടെ ഉണ്ടോ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹം ആരാണ്, ഒരു ഇൻഫോർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആ കേസ് എക്സിക്യൂട്ടീവ് ഡീൽ ചെയ്തോളും, നമ്മൾ അതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്നാണ് സീനിയറിന്റെ മറുപടി. ഇങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേസ് കിട്ടിയിട്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും അന്വേഷിക്കേണ്ട, അത് വിട്ടേക്കെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരി എന്നുള്ള നിലയിൽ നമ്മുടെ മേപ്പിൾ വുഡിനെ അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ, ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അന്നേ ദിവസത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മേപ്പിൾ വുഡ് തിരികെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ പുറത്ത് വെച്ചിരിക്കുന്ന ഡിവൈസിന്റെ ബാറ്ററി ലോ ആണെന്ന് പറയുന്നു. അവൾ അവിടെ ചെയറിലിരുന്നിട്ട് ആ ഡിവൈസ് ചാർജ് ചെയ്യാൻ വെച്ചു. ഇപ്പോഴാണ് അത് എന്തിനുള്ള ഡിവൈസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. മേപ്പിൾ വുഡിന് സ്പൈനിൽ പ്രശ്നമുണ്ട്, അവൾക്ക് നടക്കാൻ സാധിക്കില്ല, രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഈ ഡിവൈസ് അവളുടെ പുറത്ത് വെച്ചിരിക്കുന്നത് അവൾക്ക് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ശേഷം മേപ്പിൾ വുഡ് നേരെ ഒരു കോളനി പോലെയുള്ള സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ 14 ജൂലൈ 2023 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആ വലിയ എക്സ്പ്ലോഷൻ, ആ വലിയ സംഭവം ഉണ്ടായത് ഈ ഡേറ്റിലാണ്, 2023 ജൂലൈ 14. മേപ്പിൾ വുഡ് ഇവിടേക്ക് വന്നത് അവളുടെ ബ്രദറിനെ കാണാനാണ്. ഇവള് പോലീസിലാണ്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, നല്ല സെറ്റപ്പിലൊക്കെയാണ് ജീവിതം എന്നുണ്ടെങ്കിലും ഇവളുടെ ബ്രദർ ആ ഒരു വഴി ചൂസ് ചെയ്തില്ല. എക്സിക്യൂട്ടീവ് പറയുന്നത് കേട്ട് ജീവിക്കാൻ അവൻ തയ്യാറായില്ല. എല്ലാ കാലത്തും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന, ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. അക്കൂട്ടത്തിൽ ഒരാളാണ് ഇവളുടെ ബ്രദർ എന്ന് പറയാം. അവൻ അവൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അറിവുണ്ട്. മേപ്പിൾ വുഡ് എക്സിക്യൂട്ടീവിന് വേണ്ടി വർക്ക് ചെയ്യാവുന്നൊക്കെ തീരുമാനിച്ച് ആ ഒരു വഴി ചൂസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. എന്നാൽ ഇവളുടെ ബ്രദർ ആ ഒരു വഴിക്കൊന്നും പോയില്ല. പുള്ളിക്കാരൻ ഫാമിലി ആയിട്ട് ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. മേപ്പിൾ വുഡിനെ പോലെ തന്നെ അവനും രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റത്തില്ല, വീൽ ചെയറിലൊക്കെയാണ്. എക്സിക്യൂട്ടീവിന് വേണ്ടി വർക്ക് ചെയ്യാൻ സമ്മതിക്കുമായിരുന്നെങ്കിൽ പുള്ളിക്കാരന് നല്ലൊരു ലൈഫ് കിട്ടിയേനെ. പുള്ളി അത് വേണ്ടെന്ന് വെച്ചു. അദ്ദേഹത്തിന്റെ പ്രൈവസിയാണ് ഇമ്പോർട്ടന്റ്. താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരാളെ ട്രാക്ക് ചെയ്യുന്നത് അവന് പറ്റില്ല. ഇപ്പോൾ മേപ്പിൾ വുഡ് അവളുടെ ബ്രദറിനെ തേടി വന്നതിന്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു DNA റൺ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഇവള് കണ്ടെത്തിയ ആ മനുഷ്യന്റെ ബ്ലഡ് ഇവളുടെ ഡ്രസ്സിൽ തെറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് DNA കളക്ട് ചെയ്ത് ആ മനുഷ്യനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ഇവൾക്ക് കിട്ടണം. ഇവളുടെ ഡിപ്പാർട്ട്മെന്റ് ഇവൾക്ക് ഇൻഫോർമേഷൻ ഒന്നും കൊടുക്കുന്നില്ല. സോ തന്റെ ബ്രദറിനെ യൂസ് ചെയ്ത്, ഇവന്റെ കുറച്ച് പൊടിക്കൈകൾ യൂസ് ചെയ്ത് കൂടുതൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത്. അവിടുന്ന് കെട്ടിയതാൽ അങ്ങ് 1890 നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡിലെ വീട്ടിലേക്ക് ജേർണലിസ്റ്റ് വന്നു. പോലീസുകാർ ഇപ്പോൾ ജേർണലിസ്റ്റിനോട് വലിയ അക്രമമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ സ്റ്റുഡിയോ ഒക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞു. അവൻ്റെ ഉണ്ടായിരുന്ന കോപ്പീസ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ആ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും പുറത്തു വരരുതെന്ന് തീരുമാനിച്ച് ആരൊക്കെയോ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ജേർണലിസ്റ്റിനാണെങ്കിൽ എങ്ങനെയെങ്കിലും സത്യം ആളുകളെ അറിയിക്കണമെന്നുണ്ട്, പത്രത്തിൽ ന്യൂസ് കൊടുക്കണമെന്നുണ്ട്. ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡിൽ കുറച്ച് ഫോട്ടോസ് ബാക്കിയുണ്ടല്ലോ, ആ ഫോട്ടോസ് കളക്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണ് ജേർണലിസ്റ്റ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇവിടെ വരെ വന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ആ ഫോട്ടോസിന്റെ ചാരം മാത്രമേ ബാക്കിയുള്ളതാണ് ഹില്ലിംഗ് ഹെഡ് പറയുന്നത്. ഇവിടെ 2023 മാനിക്സിന്റെ പേരൻസിനെ ചോദ്യം ചെയ്യാണല്ലോ നമ്മുടെ ഹസനും ടീമും. റിയൽ പേരൻസ് അല്ല, മാനിക്സിന്റെ ഫോസ്റ്റർ പേരൻസ്. മാനിക്സ് എന്തോ വലിയ പ്രശ്നത്തിലാണ്, അവൻ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവനെ രക്ഷപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഹസൻ പറഞ്ഞതും മാനിക്സിനെ സേഫ് ആയിട്ട് ഇവിടെ നോക്കിക്കോളൂ എന്നുള്ള പ്രതീക്ഷയിൽ പേരൻസ് അവർക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മാനിക്സ് ഇപ്പോൾ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. അങ്ങനെ 2053 മേപ്പിൾ വുഡിന്റെ ബ്രദർ DNA സ്കാൻ ചെയ്ത് ആ വ്യക്തിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് ഗബ്രിയൽ ഡെഫോ. 2022 ഷെഫീൽഡ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ആവശ്യമായ ഇൻഫോർമേഷൻ ഒക്കെ കളക്ട് ചെയ്ത് മേപ്പിൾ വുഡ് തിരികെ പോകാനായിട്ട് അവളുടെ കാറിൽ ചെന്ന് കയറി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇവളുടെ കാർ അത് അനുസരിക്കുന്നില്ലെന്നേ. അതിലെ AI ഇവളെ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എക്സിക്യൂട്ടീവിന് വേണ്ടിയല്ല ഇവള് വർക്ക് ചെയ്യുന്നത്. ഇവളെ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് എന്താണ് ഇവളെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം കണ്ടറിയണം. അങ്ങ് 1941 നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ്മാൻ കേസെല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മുട്ടം പണി കിട്ടുന്നത്. ഇദ്ദേഹം ആ ബോഡി കളക്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ. ആ പെൺകുട്ടി സംഭവങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ. ആ കുട്ടി സ്റ്റേഷനിൽ വന്നേക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ വൈറ്റ്മാനേക്കാളും മുന്നേ വൈറ്റ്മാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന ആ സ്ത്രീ അറിയുന്നുണ്ട്. അവർ വൈറ്റ്മാനെ വിളിച്ച് അന്ന് രാത്രി ആ കൊച്ചു നിന്നെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വൈറ്റ്മാനും അതെ എന്ന് പറഞ്ഞു. ഉടനടി ആ പുള്ളിക്കാരി കോള് കട്ട് ചെയ്ത് പോയെന്നേ. വൈറ്റ്മാൻ ആകെപ്പെട്ടു. കേസെല്ലാം മുതുക്കി തീർന്നിങ്ങനെ നിൽക്കുമ്പോൾ വൈറ്റ്മാൻ വിട്ടുപോയ ബാക്കിയുള്ള ഒരേ ഒരു ദൃക്സാക്ഷിയായി ഈ കൊച്ചി ഇങ്ങനെ സ്റ്റേഷനിൽ വന്നത് ഇങ്ങർക്ക് മുട്ടം പണിയല്ലേ. ഇവൾ അന്ന് കണ്ട സംഭവങ്ങളൊക്കെ അതേപോലെ തുറന്നു പറഞ്ഞാൽ വൈറ്റ്മാനെതിരെ അന്വേഷണം വരും, അവൻ അകത്താവാനും ചാൻസ് ഉണ്ട്. 1890 നമ്മുടെ ജേർണലിസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഒന്നും കിട്ടിയിരുന്നില്ലെങ്കിലും അദ്ദേഹം പത്രത്തിലെ ഒരു കാർട്ടൂണിന്റെ സഹായത്തോടെ ഇന്നപോലെ ഒരു ഡെഡ് ബോഡി ലോങ് ഹാർവസ്റ്റ് ലൈനിൽ കിട്ടിയിട്ടുണ്ട്, ആരാണ് കില്ലറിനെ പോലീസ് തിരയുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കൊടുത്തു. ഇവിടെ നമ്മുടെ ഹില്ലിംഗ് ഹെഡും ഈ കേസിന് പുറകെ പോകേണ്ട, അന്വേഷണം അവസാനിപ്പിച്ചേക്കാന്നൊക്കെ തീരുമാനിച്ചിരുന്നല്ലോ. എന്നാൽ ജേർണലിസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പോയതുകൊണ്ട് ഇവർക്ക് കേസ് റീഓപ്പൺ ചെയ്യേണ്ടി വരും. നാട്ടിലുള്ള പത്രം വായിക്കുന്ന എല്ലാവരും വാർത്ത അറിഞ്ഞു. ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണല്ലോ. തുടർന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് ജേർണലിസ്റ്റിനെ മീറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. മുന്നോട്ട് പോകാൻ എവിഡൻസ് വേണമല്ലോ. ഇദ്ദേഹം ഫോട്ടോസൊക്കെ കത്തിച്ച് കളഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞെന്നുണ്ടെങ്കിലും ആക്ച്വലി കത്തിച്ച് കളഞ്ഞിട്ടില്ലായിരുന്നു. മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാതെ ആ സ്ഥലത്ത് പോയി അവിടുന്ന് ഫിംഗർ പ്രിന്റ്സും കളക്ട് ചെയ്തിരുന്നു. ജേർണലിസ്റ്റ് എടുത്ത ഫോട്ടോയിലുള്ള കൊലപാതക എന്ന് ഇവർ സംശയിക്കുന്ന ആ വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലീഡ് വെച്ച് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ഇവർക്ക് യഥാർത്ഥ കൊലപാതകയെ കണ്ടുപിടിക്കാൻ സാധിക്കും. മരണപ്പെട്ട വ്യക്തിക്ക് നീതി വാങ്ങി കൊടുക്കാനും പറ്റും. ദെൻ
വർഷം 2053. നമ്മുടെ മേപ്പിൾവുഡിനെ ദ എക്സിക്യൂട്ടീവിന്റെ ഒരു പ്രധാന സെന്ററിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ മേപ്പിൾവുഡ് കണ്ടെത്തി ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുണിയില്ലാതെ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ കിടന്ന ആ പുള്ളിക്കാരനെ വളരെ സീക്രട്ട് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടേക്ക് ദ എക്സിക്യൂട്ടീവിന്റെ കമാൻഡർ വരുന്നു. ഇദ്ദേഹത്തെ നമ്മൾ നേരത്തെ ടിവിയിലൂടെ കണ്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് മാനിക്സ്, കമാൻഡർ മാനിക്സ്. വെയിറ്റ് എ മിനിറ്റ്, ഈ പേര് നമുക്ക് പരിചിതമാണല്ലോ. 2023 നമ്മളൊരു മാനിക്സിനെ പരിചയപ്പെട്ടില്ലായിരുന്നോ? അവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസനൊക്കെ ഇപ്പോൾ അവനെ തേടിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെ പരിചയപ്പെട്ട ഏലിയാസ് മാനിക്സ് തന്നെയാണോ ഇവിടുത്തെ ഈ കമാൻഡർ മാനിക്സ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ ആ മാനിക്സിന്റെ ബ്രദറോ റിലേറ്റീവോ അങ്ങനെ വല്ലതും ആയിരിക്കാം ഈ പുള്ളിക്കാരൻ. മേപ്പിൾവുഡിന്റെ മേലധികാരി അവളോട് ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവൾ അവളുടെ ബ്രദറിനെ മീറ്റ് ചെയ്ത് ഇല്ലീഗലായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തെല്ലാം ഇവർ അറിഞ്ഞിരുന്നു. അവൾ ചെയ്തത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണെങ്കിലും ഈ വ്യക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ മാനിക്സ് അവൾക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. ഗബ്രിയൽ ഡെഫോ, ഈ പുള്ളിക്കാരൻ ഗ്രീനിച്ച് പാർക്ക് യൂണിവേഴ്സിറ്റിയിലെ ക്വാണ്ടം ഗ്രാവിറ്റി തിയറി പ്രൊഫസറാണ്. അവിടെ പോയി ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനും എങ്ങനെയാണ് ഇദ്ദേഹം ലോങ് ഹാർവസ്റ്റ് ലൈനിൽ എത്തിയത്, ആരെങ്കിലും ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കമാൻഡർ മാനിക്സ് നമ്മുടെ മേപ്പിൾവുഡിന് പെർമിഷൻ കൊടുത്തു. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്ര സീക്രട്ട് ആയിട്ട് എക്സിക്യൂട്ടീവ് മുന്നോട്ട് കൊണ്ടുവന്ന ഈ അന്വേഷണം എന്തിനാണ് മേപ്പിൾവുഡിനെ ഏൽപ്പിക്കുന്നത് എന്നൊരു സംശയം തോന്നാം. അതിന് മാനിക്സ് പറയുന്ന മറുപടി ആവട്ടെ, ചാപ്പൽ പെരിലസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണോ ഗബ്രിയൽ ഡെഫോ എന്ന് സംശയമുണ്ട്. ഈ പറഞ്ഞ ചാപ്പൽ പെരിലസ് നമ്മുടെ മാനിക്സിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം മേപ്പിൾവുഡിനെ ഏൽപ്പിച്ചതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. കമാൻഡർ മാനിക്സ് പറയുന്നത് കേട്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഇവൾ ഈ കേസ് അന്വേഷിക്കും, ഇതിന്റെ പുറകിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ കണ്ടെത്തിയിരിക്കും എന്ന് ഉറപ്പ് കൊടുത്തു. ഗുഡ്, നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. ഇതിൽ നിനക്ക് എന്ത് സംഭവിച്ചെന്നിരിക്കാം. ഈ തോക്ക് നിന്റെ ഇരിക്കട്ടെ. എപ്പോഴെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയാൽ എന്താ ചെയ്യേണ്ടത് നിനക്ക് തന്നെ അറിയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ മേപ്പിൾവുഡ്? അവളും അതേ എന്ന് തലയാട്ടി. ഇതൊക്കെ കേട്ട് ആ തോക്കും വാങ്ങി നമ്മുടെ മേപ്പിൾവുഡ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം അവളെ പുറകെ നിന്ന് വിളിച്ച് നോ യു ആർ ലൗഡ് എന്ന് പറയും. ഈ 2053 ഇവരുടെ ഈ ഫോഴ്സിന്റെ പേരാണ് KYAL. അതിന്റെ ഫുൾ ഫോം ആണ് നോ യു ആർ ലൗഡ്. ഇതേ ഡയലോഗ് മറ്റു കാലഘട്ടങ്ങളിലും പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ 4 കാലഘട്ടങ്ങളിലും കോമൺ ആയിട്ട് ആരൊക്കെയോ ഉണ്ട്, കോമൺ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ഏതോ ഒരു വഴിയിലൂടെ കണക്റ്റഡ് ആണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങ് 2023 നമ്മുടെ ഹസന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ മാനിക്സിന്റെ പേരൻസ് അവർക്ക് പറഞ്ഞു കൊടുത്ത ലൊക്കേഷനിൽ ചെന്നു. അവിടെ അവർക്ക് മാനിക്സിനെ കണ്ടെത്താൻ സാധിച്ചില്ല. മാനിക്സ് ട്രാവൽ ചെയ്തിരുന്ന ആ വെഹിക്കിളൊക്കെ കണ്ടുപിടിച്ചു. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ നമ്മുടെ ഹസൻ മാനിക്സിന്റെ അമ്മയോട് കുറേ അധികം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അങ്ങ് ഭയങ്കര വിയേർഡായിട്ട് പെരുമാറാൻ തുടങ്ങി. ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്കറിയായിരുന്നു, അവർ പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കുന്നേ. ആദ്യമൊന്നും ഞാൻ ഇതൊന്നും വിശ്വസിച്ചില്ല, പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അവർ പറഞ്ഞതൊക്കെ സത്യമാണ്, അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവരിതെന്തോ നീ പിച്ചുമേയും പറയുന്നതെന്നുള്ള മട്ടിൽ നമ്മുടെ ഹസൻ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ, ആരെ പറ്റി പറയുന്നേ? ഹസൻ, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. നീ മാനിക്സിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഇനി ചെയ്തു കൊടുക്കും. പിന്നെ നിന്റെ മകൻ ജാവേദിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. അവന്റെ സാക്രിഫൈസ് നല്ലതിനു വേണ്ടിയാണ്. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? എന്റെ മകന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ നിങ്ങൾ സാക്രിഫൈസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചേ? ഓ ഹസൻ, നീയാണ് മാനിക്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം നല്ലതിനു വേണ്ടിയാ. പിന്നെ എന്റെ മകനെ തിരക്കി പോയ നിന്റെ ആളുകൾ അവർക്ക് എന്താ സംഭവിച്ചെന്ന് നീ അറിഞ്ഞോ? ഇതൊക്കെ കേട്ട് ഹസൻ ആവട്ടെ ഈ പെണ്ണുമ്പിള്ളി എന്തോന്ന് പറയുന്നുള്ള മട്ടിൽ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഓ നോ അത് സംഭവിച്ചിട്ടില്ലേ, ഞാൻ വെറുതെ വാവിട്ട് ഓരോന്ന് സംസാരിക്കുന്നു, സമയമായി എന്നും പറഞ്ഞ് മാനിക്സിന്റെ വളർത്തമ്മ അവരുടെ സ്വന്തം നാവ് കടിച്ചു മുറിച്ച് തൂപ്പിക്കളഞ്ഞു. നമ്മുടെ ഹസൻ ഒരുമാതിരി എങ്ങായിപ്പോയി. ഇതിപ്പോ എന്താ ഈ പെണ്ണുപിള്ള കാണിച്ചേ? സ്വന്തം നാക്ക് കടിച്ചു മുറിച്ച് കളഞ്ഞേക്കുന്നു. പാനിക്കായ അവളും നമ്മുടെ മാനിക്സിനെ തേടിപ്പോയി അവളുടെ കൂടെയുള്ള ആളുകളെ വിളിച്ചു. മാനിക്സിന്റെ വാഹനത്തിൽ അവർ ബോംബ് സെറ്റ് ചെയ്തിരുന്നു. അത് പൊട്ടിത്തെറിച്ച് ഹസന്റെ ടീമിലെ ഒരാൾ കൊല്ലപ്പെട്ടു. ഇതൊക്കെ മാനിക്സിന്റെയും അവന്റെ ഫോസ്റ്റർ പേരൻസിന്റെയും പിന്നെ മറ്റാരുടെയൊക്കെയോ പ്ലാൻ ആയിരുന്നു. അതിൽ കറക്റ്റായിട്ട് ഇവർ ചെന്ന് പെട്ടുപോയി. ഇവിടെ 2053 നമ്മുടെ ഡിറ്റക്റ്റീവ് മേപ്പിൾവുഡ് ആ യൂണിവേഴ്സിറ്റിയിൽ ചെന്നു. അവിടെ ചെന്ന് പ്രൊഫസറെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അവിടെ എക്സിക്യൂട്ടീവ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ഇവിടെ ജീവനോടെ നിൽക്കുന്നു. ആളത് തന്നെ ഒരേ ടൈം ലൈനിൽ 2 ഗബ്രിയൽ ഡെഫോ. മേപ്പിൾവുഡ് പെട്ടെന്ന് ഗണ്ണൊക്കെ എടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി ഇത് നീ തന്നെയാണോ? ഗബ്രിയൽ ഡെഫോ ആണോ നീ? നിനക്ക് ട്വിൻ ബ്രദർ വല്ലതും ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ട്വിൻ ബ്രദർ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഈ നിൽക്കുന്ന ഗബ്രിയൽ ഡെഫോയുടെ നെറ്റി മുറിഞ്ഞിട്ടുണ്ട്, ബാൻഡേഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മേപ്പിൾവുഡ് ആകെ കൺഫ്യൂസ്ഡ് ആയി. DNA കൃത്രിമം കാണിക്കാനൊന്നും പറ്റത്തില്ല, വേൾഡ് അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. ആകെ കിളി പോയി നിൽക്കുന്ന അവസ്ഥയല്ലേ? ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ മിസ്റ്റർ, നിങ്ങളെ ഞാനൊരു കൊലപാതക ശ്രമത്തിന് അറസ്റ്റ് ചെയ്യുവാണ്. എന്ത്? ഞാൻ ആരെയും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ എന്തു ഈ പറയുന്നേ? അത് നിങ്ങളെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ.